ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങളൊരു യാത്ര പോയി ഒരു ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ആ കാര്യം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സന്ധ്യാനേരത്താണ് ഞങ്ങൾ പോയത് കേട്ടോ. നിറയെ വള്ളിപ്പടർപ്പും ഔഷധ സസ്യങ്ങളും നിറഞ്ഞ ആ കാവ് തേടിയിട്ട് സന്ധ്യാനേരത്താണ് ഞങ്ങൾ യാത്ര പോയത്. ഈ അമ്പലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണേ. കാസർഗോഡ് ജില്ലയിൽ ബേഡടുക്ക് ഗ്രാമപഞ്ചായത്തിൽ മൂലോത്തുംകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം. വേനലിൽ പൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾ റോഡിന് ഇരുവശവും പ്രണയാർദ്രമായിട്ട് ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ അത് ഞങ്ങളെ തന്നെ ആയിരിക്കും കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. ചുറ്റിനും കാണാൻ മഴയൊക്കെ പെയ്തിട്ട് കരിഞ്ഞുണങ്ങിയ പുൽനാമ്പുകൾക്കൊക്കെ ജീവൻ വച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രകൃതി ഇങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ട് അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നറിയോ. കുഞ്ഞു കുഞ്ഞു കുന്നുകളും നിറഞ്ഞ പച്ചപ്പും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക സൗന്ദര്യം ആ വഴികളിലൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു കേട്ടോ. അതുമാത്രമല്ല, ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് പോകാനുള്ള വഴിയൊന്നും അത്ര കറക്റ്റായിട്ട് അറിയില്ല. പറഞ്ഞു കേട്ട ഒരു ക്ഷേത്രമാണിത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വഴിയൊക്കെ ചോദിച്ച് പോയി. പക്ഷെ അധികം ആർക്കും ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് പോയത്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ചു പോയിട്ടോ. കാരണം എത്രയോ തെറ്റിപ്പോയ കേസുകളൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ. കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത്. കുറച്ച് കുന്നും മലകളും ഒക്കെ താണ്ടിയിട്ടാണ്. ഏകദേശം 37 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക് എടുത്തു. ഒരു സന്ധ്യാസമയത്താണ് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ ഒരുപാട് ആളുകളെ കാണാറുണ്ട്. പക്ഷേ എന്തോ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം അധികം ആരെയും കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ സന്ധ്യാസമയത്ത് അമ്പലത്തിൽ പോകാൻ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ആ ദീപാരാധന സമയത്തൊക്കെ എത്തുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ശാന്തമായിട്ടിരിക്കുന്ന ദേവീനെ നമുക്ക് കാണാൻ പറ്റുമല്ലേ. എന്തോ അറിയില്ല, ആ സമയത്ത് ദൈവത്തിന് എന്തോ ഒരു ഐശ്വര്യം നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കാം. നമ്മളെ തോന്നലുകളാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്തോ ദൈവത്തിനൊരു പ്രത്യേക ശക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കല്ലൊക്കെ പാകിയ ഒരു അമ്പലമായിരുന്നു കേട്ടോ. പഴയതല ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രം കാണാൻ. പഴയ കിണറും അടിപൊളിയായിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷം. അധികം ആരും കേൾക്കാത്തൊരു ക്ഷേത്രമാണിത്. പക്ഷെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്, പോകേണ്ട ഒരു ക്ഷേത്രമാണ്. ഇതൊക്കെ കാണുമ്പം വളരെ മനോഹരമായിട്ടിരിക്കുന്ന ഏറ്റവും പവിത്രമായൊരിടം അല്ലേ. എല്ലാ അമ്പലങ്ങളും മാത്രമല്ല, എല്ലാ ആരാധനാലയങ്ങൾക്കും ആ പവിത്രതയുണ്ട്. അവിടെ പോകുമ്പോൾ ഏതൊരു ആരാധനാലയത്തിൽ പോയാലും നമുക്കവിടെ ഒരു ശക്തി കിട്ടുന്നതായിട്ട് തോന്നും. അവിടെ എന്തോ നമുക്കെന്തോ ഒരു നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി, ആ ഒരു വിശ്വാസമാണ് അല്ലേ നമ്മുടെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്നത് തന്നെ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നമ്മളറിയാത്ത ഇതുവരെ കേൾക്കാത്തൊരു ക്ഷേത്രം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇതുവരെ അറിയാത്തൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുമ്പം അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നും നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കുട്ടികളെ പോലെ ആയിരിക്കും നമ്മൾ. ഭയങ്കര കൗതുകമായിരിക്കും. ആദ്യമായിട്ട് കാണുന്ന ആ സ്ഥലത്തോട് നമുക്കൊരു പ്രത്യേക സ്നേഹമായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവും നമുക്ക് കാണാനും കേൾക്കാനും അറിയാനൊക്കെ. അപ്പം ഞാൻ കണ്ടത് ഈ ക്ഷേത്രത്തിൽ എന്ന് പറയുന്നത് ആമയാണ് കേട്ടോ. ആമ കൂർമാവതാരമാണ്. ദേവി ഭാവത്തിലിരിക്കുന്നത് കൂർമാവതാരമാണ്.
ഈ ത്വക്ക് രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ചാൽ ഈ അമ്പലത്തിൽ ഭയങ്കരമായിട്ടുള്ള ഫലസിദ്ധി കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇതാ നമുക്ക് കഴിക്കാനുള്ള നേർച്ചയെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇതിൽ നോക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ത്വക്ക് രോഗവുമായിട്ടാണ് ഇവിടെ അധികം ആളുകളും വന്നിട്ട് കാണുന്നത്. അങ്ങനെയാണ് ത്വക്ക് രോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള നേർച്ചകൾക്ക് ഏറ്റവും ഫലസിദ്ധി കിട്ടുന്ന ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ ക്ഷേത്രം. ഇതിനൊരു ഐതിഹ്യമുണ്ട്. എന്താണെന്നറിയോ? ഈ മഹിഷാസുരമർദ്ദിനി സങ്കല്പത്തിലുള്ള ദുർഗാദേവിയാണ് കേട്ടോ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എങ്കിലും മഹാവിഷ്ണുവിനും വലിയ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിന്. കാരണം ഇവിടുത്തെ കാവല് ദേവതകളുടെ നൃത്തം കാണാനായിട്ട് കൂർമാവതാരത്തിൽ വന്ന മഹാവിഷ്ണു പിന്നീട് ദേവിയുടെ ആഗ്രഹപ്രകാരം ധന്വന്തരി മൂർത്തിയായി ഈ ക്ഷേത്രത്തിൽ വാഴുന്നുവെന്നാണ് വിശ്വാസം. അങ്ങനെയാണ് പറയുന്നത്. ആ കാവിലേക്ക് വന്നിട്ട് ദേവിയുടെ ആഗ്രഹപ്രകാരമാണ് വിഷ്ണു എത്തുന്നത്. അപ്പോൾ ആ ദേവീൻ്റെ ഇഷ്ടത്തിൽ തന്നെ ധന്വന്തരി മൂർത്തിയായിട്ട് ഈ ക്ഷേത്രത്തിൽ കൂർമാവതാരമായിട്ട് വാഴുന്നു. അപ്പം ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെങ്കിലും വിഷ്ണുവിനും ഈ ക്ഷേത്രത്തിൽ ഭയങ്കരമായിട്ട് പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ആമക്കുളത്തിലേക്കുള്ള ഇതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ദൂരത്തു നിന്ന് വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ടും ഞങ്ങൾക്ക് ഇങ്ങനൊരു നേർച്ച ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ആമക്ക് കൊടുക്കണ നിവേദ്യം എന്ന് പറയുന്നത് രാവിലെ 11:30ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ചെയ്യാനുള്ള റെസിപ്റ്റ് ഇവിടെ മുറിച്ചിട്ട് അപ്പം അവിടുത്തെ തിരുമേനിയും അവിടെ ഇരിക്കുന്ന ഒരു വയസ്സായ ഒരു അച്ചച്ചനുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആമക്കുളത്തിലേക്കുള്ള ചാവി തന്നിട്ട് ഞങ്ങൾ തന്നെ തുറന്നിട്ട് ആ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് തുറക്കുമ്പം തന്നെ കാണാമല്ലേ എത്ര ഭംഗിയാണെന്ന്. വൈകുന്നേരം ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ എന്താ രസം എന്നറിയോ? ചുറ്റുമുള്ളതൊന്നും പിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിക്കിടക്കാണ്. കുളവും കാവും ചുറ്റും വള്ളിപ്പടർപ്പ് കൊണ്ട് ഇങ്ങനെ സസ്യജാലങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുയിലെല്ലാം ഇങ്ങനെ കൂവുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട്. എല്ലാവരും ഇങ്ങനെ ഇത് ആസ്വദിച്ചിട്ട് ആമക്കുളം തേടിയിട്ട് ഇങ്ങനെ പോവാണ്. എൻ്റെ അടുത്ത് ഹസ്ബൻഡ് എപ്പോഴും പറയും നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകാം. ചില ആൾക്ക് രാവിലെ ആയിരിക്കും ഇഷ്ടം. രാവിലെ പോകാൻ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയാൽ ഒരു പ്രത്യേക രസമാണെന്ന് പറയും, ഐശ്വര്യമാണെന്ന് പറയും. പക്ഷെ എനിക്ക് എന്തോ ഞാൻ പറയില്ലേ, എനിക്ക് വൈകുന്നേരങ്ങളിലാണ് അമ്പലങ്ങളിൽ പോകാനിഷ്ടം. എൻ്റെ ജോലിയൊക്കെ തീർന്ന് സമാധാനമായിട്ട് ഇരിക്കണം. രാവിലെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനക്കേടാണ്. കാരണം രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചായ ഉണ്ടാക്കണം, ഇതാക്കണം, കൊടുക്കണം, എല്ലാ പരിപാടികളും ഉച്ചക്കത്തേക്ക് നോക്കണം. ഇതാണെങ്കിൽ നമുക്ക് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. യാതൊരുവിധ ടെൻഷനുകളോ അങ്കലാപ്പുകളോ ആവലാതികളോ ഒന്നുമില്ലാതെ എനിക്ക് ശാന്തമായിട്ട് കുറച്ച് സമയം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഒരിടം. അത്രയാണ് എനിക്ക് അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും അതൊരു വൈകുന്നേരത്ത് പോണതാണ് എനിക്കിഷ്ടം. പിന്നെ വന്നിട്ട് നമുക്ക് ഒന്നും ചിന്തിക്കണ്ടല്ലോ. അപ്പം ഞാൻ എന്തായാലും എപ്പോഴും ഇതിങ്ങനെ പോവുക വൈകുന്നേരങ്ങളിലായിരിക്കും. പിന്നെ ഈ അമ്പലത്തിൽ പോകുന്നതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നേർച്ചയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത്. ഈ അടുക്കത്ത് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ്. എനിക്ക് ആ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സുഖമുള്ള ഭയങ്കര ഒരു നീറ്റൽ കൂടിയാണ്. എന്താ പറയുക, എന്തോ ഒരു മറന്നുപോയ ഒരു നേർച്ചേൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണെന്നറിയില്ല. സാധാരണ നേർച്ചയൊക്കെ എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇതെന്തോ മറന്നുപോയി.
അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം നിങ്ങളടുത്ത് പറയുമ്പോൾ വിചാരിക്കും അന്ധവിശ്വാസം പറയണ എന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നാം. അന്ധവിശ്വാസമല്ല, എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു അന്ധമായിട്ട് തോന്നിയൊരു വിശ്വാസമാണ്. അത് അന്ധവിശ്വാസം എന്ന് എനിക്ക് പറയാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഞങ്ങളൊരാളെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പരിചയപ്പെടുന്നുണ്ടായിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ മോള് ജനിച്ചിട്ട് ഏകദേശം 10-40 ദിവസം കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പിന് നമ്മൾ പോവില്ലേ, അപ്പോഴാണ് നമ്മൾ ആ ആൾ പരിചയപ്പെടുന്നു പറഞ്ഞാൽ ആ നിമിഷം ഒന്ന് കണ്ടു. അതിനൊരു കാരണം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ മോൾക്ക് വലിയ പൊക്കിളാണ് ഉണ്ടായത് കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞു അത് വലുതാകുമ്പോൾ ചിലപ്പം സർജറിയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം പേടിക്കാനൊന്നുമില്ല, എന്നാലും വലുതാകുമ്പം ഇത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം നമ്മളതിപ്പോൾ അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ, അമ്മ ചോദിക്കില്ലേ എന്താ പറഞ്ഞത്, ഡോക്ടർ എന്താ പറഞ്ഞത്, പൊക്കിളിന് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അപ്പം ഇങ്ങനെ ഒരു വലുതാകുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും, ഇപ്പം പേടിക്കാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ ടെൻഷൻ, അയ്യോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അതൊക്കെ മാറും, അതൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എന്നുള്ള ഒരു സമാധാനിപ്പിക്കൽ നടത്തിയപ്പോൾ അമ്മ ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ അടുക്കാണ്. അടുക്ക ഏതാ സ്ഥലം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ അവരിങ്ങനെ സ്ഥലം പറഞ്ഞു. അപ്പോൾ ആ ഭഗവതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടെ ഇങ്ങനെ ത്വക്കിന് എന്തെങ്കിലും ത്വക്ക് രോഗ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ മാറുമെന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ചേച്ചീൻ്റെ കുട്ടിയൊക്കെ നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം എല്ലാവരും പോകുമല്ലോ, ചെറിയ കുഞ്ഞു കുട്ടീനൊക്കെ കൊണ്ടുപോകുമ്പോൾ ചില ആൾക്കാർ ഫാമിലിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുമല്ലോ. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയുകയും ചെയ്തു, മോൾക്ക് കുറവാണെങ്കിൽ ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ത്വക്കുമായിട്ട് ബന്ധമുള്ളതാണോ എന്നൊന്നും അപ്പം ചിന്തിച്ചില്ല ഡോക്ടർ. ഹോസ്പിറ്റലിൽ നിന്ന് സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കുമല്ലോ, ചെറിയ കുഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ പേടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മോൾക്ക് ഈ പൊക്കിൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പോവാമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ തന്നെ അവൾ ചേച്ചീൻ്റെ മോൾ എന്ത് ചെയ്യുന്നു വെച്ചോ, ഇത് സേവ് ചെയ്ത് വെച്ചു. ഈ അമ്പലം അവരെ കാണിച്ചു കൊടുത്തു നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ തന്നെ നമ്മളത് സേവ് ചെയ്ത് വെച്ചു. പിന്നെ ആ സംഭവം നമ്മൾ അങ്ങനെ തന്നെ മറന്നു കേട്ടോ, തീരെ മറന്നു, പടയെ മറന്നു. ഇതിനെക്കുറിച്ച് വലിയ ഓർമ്മകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവൾക്കൊരു 1-2 വയസ്സൊക്കെ അല്ല ഒരു വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് പൊക്കിൾ അന്നത്തെ പോലെ ഇല്ലെങ്കിലും ഉണ്ട്. എന്നാൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ വേറെ സ്ഥലത്ത് നമ്മൾ പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് വലിയ പൊക്കിളാണ്. ആൾ കുറച്ച് പേടിപ്പിച്ചു പെട്ടെന്ന്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്, പിന്നത്തേക്കൊന്നും മാറ്റി വെക്കണ്ട, കാരണം ഇതൊരിക്കലും മാറാൻ പോകണില്ല. ഇത് വലിയ ആൾ പറഞ്ഞത് ആനേൻ്റെ തുമ്പിക്കൈ പോലെ ഇരിക്കണ ഉണ്ടല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞല്ലേ അവൾ. അപ്പോൾ ഞാൻ ഭയങ്കര കരഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് ഈ നേർച്ചയുടെ കാര്യമൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ കരഞ്ഞപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു ഇല്ല ഒന്നും പേടിക്കേണ്ട, ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചോദിക്കട്ടെ, ഞങ്ങൾ നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നാട്ടിൽ നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു എന്തായാലും അവൾക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലെങ്കിൽ അതുകൊണ്ട് ആ പൊക്കിൾ കൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട, അത് കുറച്ച് വർഷം കഴിയട്ടെ, 4 വയസ്സൊക്കെ ആകുമ്പം വേണമെങ്കിൽ ഇൻ കേസ് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം നോക്കാം, ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നമ്മളിപ്പോൾ ചെയ്യണില്ല, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പിന്നെ നമ്മൾ ആ പൊക്കിളിലേക്ക് അധികം ഭയങ്കരമായിട്ട് ശ്രദ്ധയൊന്നും കൊടുത്തില്ല, അതങ്ങനെ തന്നെ വിട്ടു. അവിടെ നിന്ന് ഒരു 2 മാസമൊക്കെ ആകുമ്പോഴേക്ക് അവളുടെ പൊക്കിൾ താണേ പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളതിന് ഒന്നും ശ്രദ്ധിച്ചിട്ടേയില്ല, അത് പോയതും ശ്രദ്ധിച്ചിട്ടില്ല, അതില്ലതും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ കൂളായിട്ടതെടുത്തു.
ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നി. ഞങ്ങളത് കൂളായിട്ടെടുത്തു. എങ്ങനെയോ അത് പോയതോ ഒന്നും അറിയില്ല. പെട്ടെന്ന് അത് വിട്ടു കേട്ടോ. പിന്നെ വീണ്ടും മോൾക്ക് 1 വയസ്സും കൂടി കൂടിയപ്പോൾ 1 വയസ്സും കൂടി ആയപ്പോൾ അവൾക്ക് സ്കിന്നിനൊരു ചെറിയ പ്രോബ്ലം വന്നു. അത് നമ്മൾ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ സാധാരണ ഡയപ്പറൊന്നും അവൾക്ക് ഇട്ട് കൊടുക്കാറില്ല. പക്ഷേ എന്തോ ഒരു ദിവസം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ദൂരം ട്രെയിനിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡയപ്പർ ഇട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ വന്നതിന് ശേഷമാണ് ഈ ഒരു റാഷസ് പോലെ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഡയപ്പറിൻ്റെ അലർജി ആണെന്ന് പറഞ്ഞ് ഞങ്ങളത് വിട്ടു. അവർ കുറച്ച് ക്രീമൊക്കെ തന്ന് അതൊക്കെ തടി. പക്ഷേ കുറേ നാളായിട്ട് അത് അങ്ങനെ തന്നെ കിടക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്, പോണില്ല കേട്ടോ. പക്ഷേ ആ വന്നതിൻ്റെ അടുക്കുന്ന് മാറി കാലും മേലും തലേൻ്റെ കഴുത്തിൻ്റെ താഴെ വരെ അവൾക്കിങ്ങനെ അലർജി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ടെൻഷനായി. ഹോസ്പിറ്റലിൽ എല്ലായിടത്തും പോയി, ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഒരു മാറ്റവും ഇല്ലയെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനൊന്നും മനസ്സിലാവണില്ല ഇതെന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ആർക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഉറങ്ങാറില്ല. 1 മാസത്തോളം ഞങ്ങൾ മോളുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു. അറിയാമല്ലോ, കുഞ്ഞു കുട്ടിയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എന്താ ചെയ്യേണ്ടതെന്നോ ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മളിങ്ങനെ ടെൻഷനായിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു രാത്രി 11:30 ആകുമ്പോൾ എന്തെങ്കിലും നേർച്ചയിട്ടാൽ ഇത് കുറയോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാനുണ്ടല്ലോ എന്നിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചതും നമ്മളത് ചെയ്തു. പെട്ടെന്ന് ഇങ്ങനെ അയ്യോ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉണ്ട്, നമ്മളങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, അപ്പം തന്നെ അതുവരെ നമുക്ക് ഒരു ഡോക്ടർക്കും ഇതെന്താ അസുഖമൊന്നും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി, ഇത് കുറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വരാമെന്നുള്ളത് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞു, കുറച്ചല്ല, അതിൽ നിന്നൊരു 1 വീക്ക് ആകുമ്പോൾ തന്നെ അവൾക്ക് കുറച്ച് നോർമലായിട്ട് അതൊന്ന് കുറയാൻ തുടങ്ങി. കുറഞ്ഞു. ഡോക്ടർക്ക് എന്താ കാര്യം എന്നൊക്കെ പിടികിട്ടി കേട്ടോ. നമ്മൾ അന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ചിലപ്പോൾ എൻ്റെ തോന്നലുകളാവാം, എൻ്റെ വിശ്വാസമല്ലേ അല്ലേ, ചിലപ്പോൾ എൻ്റെ തോന്നലുകളായിരിക്കാം, അത് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, അത് ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ശരി എന്നാൽ പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു ഇന്ന മരുന്ന് പുരട്ടിക്കോളൂ, അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് ആ ഒരു 1 വീക്കിനുള്ളിൽ ഫുൾ ക്ലിയറായതിന് ശേഷം ഞങ്ങൾ അമ്മേനെ തേടിയിട്ടാണ് വന്നത്. ഇതാണ് ആ സംഭവം. അപ്പം ഇവിടെ എല്ലാവരും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആമക്ക് രാവിലത്തെ നിവേദ്യമൊക്കെ കഴിച്ച് ആൾ വയറൊക്കെ നിറച്ച് ഇങ്ങനെ മേലെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു തിരക്കൊന്നും ഇല്ലാതെ ശരിക്കും ആസ്വദിക്കാൻ പറ്റി. മറ്റേ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി വരേണ്ട വരുമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമുക്ക് ശരിക്കും കാണാൻ പറ്റി. അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ. അടിപൊളിയായിരുന്നു കേട്ടോ. വൈകുന്നേരത്ത് ആമ മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കാണാൻ പറ്റി എന്ന് പറയാം. കാരണം തവളയുണ്ടായിരുന്നു, നോക്കുമ്പം നല്ല കുയിലിൻ്റെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. കുയിലിങ്ങനെ കൂവിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മ, ചേച്ചി, മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ചേച്ചീൻ്റെ മോള് വരാത്തതുകൊണ്ട് തന്നെ ചേച്ചി ഫുള്ള് അവളും കൂടെ ആണല്ലോ നമ്മുടെ ആ ഒരു നേർച്ച പറയുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവളെ കൂടി ചേച്ചി എല്ലാ വീഡിയോസും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഒരു വിശ്വാസം മാത്രമായിരിക്കാം കേട്ടോ.
അല്ലെങ്കിൽ എൻ്റെ തോന്നലുകൾ മാത്രമായിരിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പം ചിലപ്പം ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം മാത്രമാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ വേദനകൾ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ചില ആൾക്ക് എത്ര പ്രാർത്ഥിച്ചാലും മാറിയില്ല. എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഞാൻ ദൈവത്തിനോട് എത്ര പറയണോ, പക്ഷെ കേട്ടിട്ടില്ല എന്നൊക്കെ ചിന്തിക്കാം. അത് ഞാൻ പറയണു, നമ്മുടെ ജീവിതം സാമ്പത്തികമായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അതൊക്കെ നമ്മൾ ഹാർഡ് വർക്കും കൂടെ ദൈവത്തിൻ്റെ ഒരു സ്വാധീനവും മാത്രം ഉണ്ടെങ്കിൽ പറ്റൂ. പക്ഷേ നമ്മുടെ കൂടെ നമുക്കൊരു ശക്തി ഉണ്ടാകും എന്ന് പറയുന്നത് ഈ രോഗമൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഈ ഒരു അനുഭവം ഭയങ്കരമായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഇതുവരെ ഇപ്പം നമുക്ക് പറയേണ്ട കാര്യം പറയാത്ത കാര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് പറയണ്ടെന്ന് ആദ്യം കരുതിയാണ്. പക്ഷെ ഇത് നടന്നൊരു സംഭവം, എനിക്ക് ഫീൽ ചെയ്ത ഒരു അനുഭവം ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതങ്ങനെ കരുതിയാൽ മതി. ഇതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാളെ കണ്ടു, അങ്ങനെ ആളെ കാണാൻ എനിക്കൊരു നിമിത്തമായി. എനിക്ക് ഈ ഒരു അമ്പലം കാണാൻ വേണ്ടിയിട്ടൊരു നിമിത്തമായി. ആ നിമിത്തത്തിലാണ് എൻ്റെ ഒരു വിശ്വാസം വന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ആർക്കും വരാനോ അവിടെ തന്നെ ഇരിക്കണം എന്ന് തോന്നിയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. മക്കളും ഞങ്ങളിവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വേഗം വാ. കാരണം കുറച്ച് സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. കുറച്ച് മഴയൊക്കെ പെയ്തതുകൊണ്ട് അവിടെ സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. നിർബന്ധിച്ചിട്ട് വിളിച്ചിട്ടും വരുന്നേ ഇല്ല. കാരണം ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്ര ദൂരം പോയിട്ട് വേഗം ഓടിപ്പോയി വരേണ്ടതല്ലല്ലോ. ഇതൊക്കെ മെല്ലെ പതിയെ ആസ്വദിച്ചിട്ട് വരാമെന്നുള്ള ഒരു വിചാരത്തിലാണ് ഹസ്ബൻഡ് അവിടെ ഇരിക്കുന്നുണ്ടത്. എന്താ പറയുക, ഇതുവരെ പോകാത്തവർ എന്തായാലും ഇവിടെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാസർഗോഡ് ജില്ലയിലാണ് ഈ സ്ഥലം. അടുക്കം ഭഗവതി ക്ഷേത്രമാണ്. ഇതുവരെ പോകാത്തവർ എന്തായാലും പോകുന്നത് നല്ലതായിരിക്കും. ഒന്നുമില്ലെങ്കിലും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ആസ്വദിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ എന്താ പറയുക, സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ ഈ സൂര്യാസ്തമയ സമയത്താണ് കുളങ്ങളും പുഴകളും കടലും ഒക്കെ കാണാനൊരു പ്രത്യേക രസമുണ്ടാവും അല്ലേ. സന്ധ്യാസമയത്ത് കാണുന്നവർക്ക് മനസ്സിലാവും അതിനൊരു പ്രത്യേക ശാന്തമായിട്ടുള്ളതും സൗന്ദര്യം. കുങ്കുമം വാരി വിതറിയ പോലെ ഉണ്ടാവും അല്ലേ സൂര്യൻ. അപ്പം ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. സന്ധ്യാസമയം ആയതുകൊണ്ടായിരിക്കാം ഈ ആമക്കുളം ഇത്ര നിശബ്ദമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ മഴച്ചാറ്റൽ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രകൃതി കൂടുതൽ സുന്ദരിയായിട്ട് ഉണ്ട് കാണുമ്പോൾ തന്നെ. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഇരുന്ന് ആസ്വദിച്ച് മെല്ലെ സമാധാനത്തോടു കൂടി ശാന്തമായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. വേഗം പോയിട്ട് വേഗം വരുന്നവർ എന്ന് പറയുന്നത് അത്ര നമുക്ക് നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു, ക്ഷേത്രമെന്നല്ല ഏതൊരു ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് വരുന്നവർ പോയി അപ്പം തന്നെ വന്ന് നമ്മുടെ എന്തോ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ വരുമ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനവും ഒരു ചന്ദനത്തിൻ്റെ സുഗന്ധവും
ആ നനവൊക്കെ നമ്മുടെ മനസ്സിനെ കൂടി ഒന്ന് ആകമാനം മാറ്റിയെടുക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ വൈകുന്നേരം പോയതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഒരു നേട്ടമുണ്ടായതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് സമയം വീഡിയോസ് എടുക്കാൻ പറ്റി. നമ്മൾ ഭഗവാന്റെയോ ദേവീൻ്റെയോ ഒന്നും എടുത്തിട്ടില്ല, പ്രതിഷ്ഠേൻ്റെതൊന്നും നമ്മൾ എടുത്തിട്ടേ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ആ ചുറ്റുപാട് മാത്രം നമുക്ക് കാണാൻ, പിന്നീടുള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം എടുത്തിട്ടുള്ളത് തന്നെ. നമ്മൾ ഇന്ന സ്ഥലത്തൊക്കെ പോയി എന്ന് പറയാനുള്ള ഓർമ്മ. നാളെയുടെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാറുണ്ട്. എവിടെ പോയാലും വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ പിക്ചേഴ്സ് എടുക്കും. എന്നുവെച്ചാൽ ഇതൊക്കെ മക്കൾ വലുതാവുമ്പം അവർക്ക് ഞാനൊക്കെ പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട്, ആ സമയത്തും എടുത്ത് വെച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് അതൊരു ഓർമ്മയാണ് അല്ലേ. പിന്നീട് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് കാണുമ്പം നമുക്കൊരു ചിരിയൊക്കെ വരില്ലേ ചുണ്ടിൽ, നമ്മൾ പോലും അറിയാതെ. അപ്പം ഇതെൻ്റെ മക്കൾ വലിയ കുട്ടികളായിട്ട് കാണുമ്പം അവർക്കിതൊരു സന്തോഷമായിരിക്കട്ടെ. അച്ഛനും അമ്മയും മക്കളും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പോയിരുന്നു എന്ന് അവരെ കാണിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. സാധാരണ വീഡിയോസ് എടുക്കാനൊന്നും ഞാനാണ് ആഗ്രഹം കാണിക്കാറെങ്കിൽ ഇപ്രാവശ്യം ഈ സ്ഥലമൊക്കെ കണ്ടതുകൊണ്ട് ഹസ്ബൻഡിന് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ടും എനിക്കൊരുപാട് വീഡിയോസ് എടുത്തു വന്നു. ഞാനാണ് ഇപ്രാവശ്യം കുറച്ച് മടി കാണിച്ചത്. കാരണം എൻ്റെ ഫോണിലൊക്കെ അത്ര സ്ഥലം കുറവായിരുന്നത് കൊണ്ട് ആളെനിക്ക് ഫുള്ള് എടുത്തു തരുമായിരുന്നു. അങ്ങനെ സന്ധ്യാസമയത്ത് ആ ഒരു അമ്പലത്തിൽ ഞങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് കണ്ട് തൊഴുത് ഞങ്ങൾ മടങ്ങി വരുമ്പോഴാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ആ ദൈവത്തിൻ്റെ ശരിക്കും സ്ഥലം, അമ്പലം എന്ന് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പറ്റുമെങ്കിൽ എല്ലാവരും ഈ അമ്പലത്തിലേക്ക് പോകാനൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഞാനും എൻ്റെ കുട്ടികളും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. താങ്ക് യു.